ചിന്നക്കനാലിൽ ലൈഫ് ഭവന പദ്ധതി പ്രതിസന്ധിയിൽ പദ്ധതിയിൽ നിന്ന് നാട്ടുകാരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതി അംഗങ്ങൾ ലൈഫ് മിഷന് പരാതി നൽകിയതായി ആരോപിച്ച് UDF പ്രവർത്തകർ സമരം നടത്തി. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിലെ ചില ഭരണസമിതി അംഗങ്ങളുടെ നിലപാടിനെതിരെ CPM ഏരിയ കമ്മിറ്റിയും രംഗത്തെത്തി. നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന ചിന്നക്കനാലിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിന് പോലും റവന്യൂ വകുപ്പിന്റെ NOC ആവശ്യമാണ്. ഏതാനും വർഷങ്ങളായി അർഹതപ്പെട്ട പലർക്കും NOC ലഭിക്കാത്തതിനാൽ പദ്ധതി പ്രതിസന്ധിയിലായിരുന്നു. കഴിഞ്ഞയിടെ നിരാക്ഷേപ പത്രം ലഭ്യമായതിനെ തുടർന്ന് ചില വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചതോടെ ചില പഞ്ചായത്ത് അംഗങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരികയും ലൈഫ് മിഷന് പരാതി നൽകുകയും ചെയ്തതായാണ് UDF ആരോപിക്കുന്നത്. ഇതിനെതിരെയും പഞ്ചായത്തിൽ നടക്കുന്ന വിവിധ ജനദ്രോഹ നടപടികൾക്കെതിരെയും UDF പ്രതിഷേധ മാർച്ചും ഉപരോധ സമരവും നടത്തി. ചില വാർഡുകളിൽ വീട് നിർമ്മാണം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ആവശ്യമായ രേഖകളടക്കം ലഭ്യമാക്കാൻ ഭരണസമിതിയിൽ ചില പഞ്ചായത്തങ്ങൾ ശ്രമിക്കാത്തതാണ് ഇതിന് കാരണമെന്നും ഇവർ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും CPM ഏരിയ കമ്മിറ്റി ആരോപിച്ചു. ഇത് വളരെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഈ അവസാന കാലഘട്ടത്തിൽ ഇനി 6 മാസമേ ഉള്ളൂ. ഈ 6 മാസ കാലഘട്ടത്തിനിടയിൽ ഈ രീതിയിലുള്ള പുതിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം അതിൽ നിർമ്മാണ പ്രവർത്തനം എല്ലാം നിർത്തിവെക്കണം. അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ജനപ്രതിനിധികളുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ചിന്നക്കനാലിൽ ഇടതുപക്ഷത്തിലെ ഭിന്നത മൂലം മുൻപ് ഭരണം കോൺഗ്രസിൽ എത്തുകയായിരുന്നു. പിന്നീട് ജില്ലാ നേതൃത്വങ്ങൾ ഇടപെട്ട് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമവായം രൂപപ്പെടുത്തി ഭരണം വീണ്ടും പിടിച്ചെടുത്തത്. നിലവിൽ പുതിയ പ്രതിസന്ധി ഉടലെടുത്തതോടെ സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നം കൂടിയാണ് പ്രതിസന്ധിയിലായത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.